പ്പെട്ടവരെ, മെത്രാഭിഷേകത്തിൻ്റെ പ്രത്യേക ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രധാനമായും 2 ശുശ്രൂഷകളാണ് മെത്രാഭിഷേകത്തിനുള്ളത്. വിശുദ്ധ ഏവൻഗേലിയോനോട് സമാപിക്കുന്ന 1-ാം ശുശ്രൂഷയും ഇടമുറിയാതെ കൈമാറി വരുന്ന അപ്പസ്തോലിക കൈവയ്പിൻ്റെ 2-ാം ശുശ്രൂഷയും പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുന്ന മെത്രാഭിഷേക ശുശ്രൂഷയുടെ അനന്യതയും പ്രാധാന്യവും സൂചിപ്പിക്കുന്നതിനായി ഈ ശുശ്രൂഷയിലെ വേദവായനകൾ നടത്തുന്നതും കോറുസോസോ പ്രാർത്ഥനകൾ ചൊല്ലുന്നതും ധൂപാർപ്പണം നടത്തുന്നതും അഭിവന്യ പിതാക്കന്മാർ തന്നെയാണ്. വിശുദ്ധ ഏവൻഗേലിയോൻ വായനയുടെ സമയത്തും ധൂപാർപ്പണ സമയത്തും നിർദ്ദേശമനുസരിച്ച് മറ്റു പ്രധാന ഭാഗങ്ങളിലും എഴുന്നേറ്റ് നിൽക്കുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ സഹകാർമ്മികരായ മേൽപ്പെട്ടക്കാർ മെത്രാൻ സ്ഥാനാർത്ഥികളെ ജീവൻ്റെ മേശയുടെ സമീപത്തേക്ക് ആനയിക്കുന്നു. ഈ സമയത്ത് ഗായിക സംഘം യജമാനൻ വരും അന്നേരത്ത് എന്ന ഗാനം ആലപിക്കുന്നു. യജമാനൻ വരുമന്നേരത്ത് മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാ പകലെല്ലാം തൻ കൂടെ പണിതോ പരിഗർമ്മിച്ചിടും താതനിരുത്തും മേശയ്ക്കായി പരിഗർമ്മിക്കും സുതൻ റുക്കുദിശാപരകലിത മുടയും നോരോടി ഹല്ലേലൂയ ചൂടും മകുടത്തിൽ. പ്രാരംഭ പ്രാർത്ഥനയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. കുക്കിലിയോൻ ആരംഭിക്കുമ്പോൾ അതാത് സ്ഥലത്ത് ഇരിക്കാവുന്നതാണ്. ശുഭഹോലാബോലബ്രോവൽ റൂഹോ ഗാദീശോ ബലഹീനം പാപികളുമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, ഈ സമയത്ത് അങ്ങ് ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലുമായിരിക്കണമെന്നും അങ്ങയുടെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധി ഞങ്ങൾക്ക് നൽകണമെന്നും കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പാകെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മൊറൻ വാലോഹാൻ ലവൽ മീൻ. എല്ലാവർക്കും അവിടെ ഇരിക്കാവുന്നതാണ്. നിൻ ശക്തിയിൽ അരജന്മോദിക്കും നാഥ ഹല്ലേലൂയ. നിന്റെ രക്ഷയിലവനേറ്റം തോഷിക്കും. വിനാശം നീയവനേകി ഹല്ലേലൂയ. നിജയാചന നിരസിച്ചതുമില്ല. ശുഭഹോലാബോല ബ്രോവൽ റൂഹോ
ഗാദീശോ മെൻപോലം വാരാവൽ ഓലം വൽമീനാമേ. മുന്നം നല്ലൊരു വാഴ്വും നൽകി ഹാലേ ലൂയ്യോ ഹാലേ ലൂയ്യ. മഹിമാമുടി ശിരസിൽ ചൂടിച്ചു. ോ മെൻപോലം വാരാവൽ ഓലം വൽമീനാമേ. താതനോടൊപ്പം വചനേശ സീനായ് മേൽ നീയാഗതനായി താൽക്കാലിക പൗരോഹിത്യം ലേവ്യൻ മോശേൽപ്പിച്ചു. മാളികയിൽ നിൻ സ്നേഹത്താൽ റൂഹായെ കൽപ്പിച്ചേകി സമ്പൂർണ്ണരുമാക്കി വചനം ഘോഷിപ്പാൻ ബലവും നൽകി. അവനോ നിന്നോടു ജീവനിരന്നു ഹാലേ ലൂയ്യോ ഹാലേ ലൂയ്യ. ദീർഘായുസ്സു നീ അവനേകി. മെൻപോലം വാരാവൽ ഓലം വൽമീനാമേ. പരിശുദ്ധൻ നീ സകലേശ നിന്നിൽ നിന്നൊഴുകും ശുദ്ധി ശ്രേഷ്ഠാചാര്യത്വം നൽകി യാഗം കൈക്കൊള്ളുവോനും നീ. അനുതാപത്തോടു നിൻ സവിധേ അണയുന്നോനെ കൈക്കൊള്ളും ദൈവത്തിൻ കുഞ്ഞാടേ നിൻ യാഗം പാപം മായ്ക്കട്ടെ. നിന്റെ രക്ഷയിൽ അവനുടെ മഹിമ വളർന്നു ഹാലേലൂയ്യ ഹാലേലൂയ്യ. സ്തുതിയൊടു തേജസ്സവനിൽ നീ ചേർത്തു. മെൻപോലം വാരാവൽ ഓലം വൽമീനാമേ. ശ്ലേമോൻ താൻ ഉപമയിലോദീ സുന്ദരി നീ ചൊല്ലുകയാരാം അഭിമതനാം നിന്നുടെ കാന്തൻ അവൾ ചൊന്നാളുത്തരമേവം ലക്ഷങ്ങളിൽ ശ്രേഷ്ഠൻ ഇസ്രായേൽ അവനുടെ തോട്ടം യാക്കോബിൻ ലതയിൽ
നീക്കും നീ അവനാശിസേകി ഹാലേ ലൂയ്യോ ഹാലേ ലൂയ്യ നിൻ മുഖശോഭയതാൽ മോദിപ്പിച്ചു കാദീശോ മെൻമൂലം വാദാമൽമൂലം വൽമീരാമേ. സകലത്തെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധ റൂഹായായ ദൈവമേ, അങ്ങേ ദിവ്യ നിക്ഷേപങ്ങളും ആധ്യാത്മിക ദാനങ്ങളും പ്രകാശവും ഞങ്ങളിൽ അഭിനവമാക്കണമേ. നിന്നിൽ നിന്നും നിമിത്തവും സ്വർഗീയവും വിശുദ്ധവുമായ നിന്റെ ദിവ്യാനുഗ്രഹങ്ങളാൽ ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ പ്രകാശിതരാവുകയും അലങ്കൃതരാവുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുഖുലസ്ബാൻ ലവൽമീൻ. എൻ മനമേ സദ്വജനമുതിർക്കാലേലൂയ വിവരിക്കൂ നിൻ നൃപനോടൻ കൃതികൾ. പണ്ഡിത കവിതൻ തൂലികയൻ ഹല്ലേലൂയ. മനുജരിലവനുടെ കാന്തിയതേറ്റം കാവ്യം ബാരക്കുമോ. ശുഭോലാബോലബറോ വൽറൂഹോ കാദീശോ. മെൻമൂലം വാദാമൽമൂലം വൽമീരാമേ. മുശാനിബിപുകമറയുള്ളിൽ പുകിമറഞ്ഞതിനുടെ ശേഷം ദൈവത്താലുല്ലേഖിതമാം കൽപ്പന വൈഭവമായി ചൊല്ലി. ശുചിയായി തനുവും മാനസവും ശുദ്ധാത്മജ്ഞാനം നേടി പ്രാപിച്ചേറ്റം ധന്യതയാ ദിവ്യസ്തോത്രം പാടിയവൻ. അണിയുക വീര നിന്നുടെ അരയതിലുടവാൾ ഹാലേ ലൂയ്യോ ഹാലേ ലൂയ്യ നിൻ പ്രഭയും മഹിമാവും വിജയിക്കും. ശുഭോലാബോലബറോ വൽറൂഹോ കാദീശോ. മെൻമൂലം വാദാമൽമൂലം വൽമീരാമേ. നിന്റെ ആത്മാവിനെ കൊണ്ട് സ്ലീഹന്മാരെ പൂർണ്ണരാക്കുകയും നിന്റെ പടയാളികളെ ആയുധം ധരിപ്പിക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ പൂർണ്ണരാക്കി യുദ്ധസന്നദ്ധരാക്കണമേ. ഞങ്ങളുടെ ബലഹീനത നീക്കി സത്യം കൊണ്ട് ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളുടെ ബോധങ്ങളെയും വിചാരങ്ങളെയും സ്വർഗീയവും വിശുദ്ധവുമായ നിന്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ. ഹോശോ വബുഖുലസ്ബാൻ ലവൽമീൻ. അരജനു നിന്യായം നൽകുക ദേവാ ഹാലേലൂയ്യോ ഹാലേ
ലൂയ രാജകുമാരനു നിൻ നീതിയതും നീതിരവനിൻ ജനതതിയും ഹല്ലേലൂയ ഹല്ലേലൂയ ന്യായമുഴഗതികളെയും വിധി ചെയ്യുവാൻ പാർക്കുമോ ശുഭോലാബോലബുറോ വൽറുഹോ കാദീശോ മെൻമൂലം വാദാമൽ മൂലം മേലിൽ നിന്ന് ആഗതമാകും ശക്തിയേൽക്കും വരെ നിങ്ങൾ യെരൂശലേം പുരിയിൽ തന്നെ പാർത്തിടുവിൻ പ്രാർത്ഥിച്ചിടുവിൻ ആത്മബലം പ്രാപിച്ചിടാ എന്നുടെയും താതന്റെയും ആശ്വാസ നിങ്ങൾക്കായി തന്നിടാൻ ഞാൻ എന്നല്ലോ മിശിഹ ശിഷ്യരുടായി ചൊന്നതു നീയും ഗിരികൾ നിൻ ജനതയ്ക്കായി ശാന്തിയെ നൽകും ഹല്ലേലൂയ ഹല്ലേലൂയ കുരുന്നുകൾ ധാർമ്മികമാം ബോധമതും ശുഭോലാബോലബുറോ വൽറുഹോ കാദീശോ മെൻമൂലം വാദാമൽ മൂലം തന്നിലഴും ഭക്തിയതാലേ നിബിയരിൽ വാസം ചെയ്തോനാം സകലേശൻ റൂഹാദൈവം ഭൂമിയതിൽ കാണായി വന്നു വിടുതൽ നൽകിയിടും സുതൻ വഴിയാൽ ഭക്തജനത്തിൽ വാസം ചെയ്തിടും അഗതികൾ പേർക്കായി നീതി പുലർത്തിയിടാനും ഹല്ലേലൂയ ഹല്ലേലൂയ നിർധനരെ രക്ഷിച്ചിടാനും
ഓർക്കുക നാഥാദാബിദിനെയും ഹാലേലൂയ. അവനുടെ വിനയത്തെയും നീ ബ്രോ വൽറൂഹോ കാദീശോ സ്തൗമൻ ഗാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. സകല സാരാംശങ്ങൾക്കും ഉപരിസ്ഥവും എല്ലാ സാരാംശങ്ങളെയും സൃഷ്ടിക്കുന്നതുമായ സാരാംശത്തിന് അതുല്യവും നിരന്തരവുമായ സ്തുതി. സകല നന്മകളെക്കാൾ ഉത്കൃഷ്ടവും പൂർണ്ണദാനങ്ങളെ നൽകുന്നതുമായ കൃപയ്ക്ക് സമ്പൂർണമായ സ്തോത്രം. വിശുദ്ധമായ മൂന്ന് ഗുണമാകളോട് കൂടിയവനും വിശുദ്ധ കാര്യങ്ങളുടെ ഉടയവനുമായ ദൈവത്തിന് ബോധപൂർവമായ ആരാധന. അവിടുത്തെ രശ്മികളാൽ മാലാഖമാരുടെ സർവ്വസൈന്യങ്ങളാൽ പ്രകാശിതരാവുകയും അങ്ങയിൽ നിന്നുള്ള വെടിപ്പാൽ ആധ്യാത്മിക പുരോഹിത സ്ഥാനത്തിൽ അവർ ശ്രേഷ്ഠത പ്രാപിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പുരോഹിതന്മാരെ പൂർണ്ണരാക്കുകയും ആചാര്യന്മാരെ അലങ്കരിക്കുകയും ചെയ്യുന്നു. ദിവ്യരഹസ്യങ്ങൾ പൂർത്തിയാക്കുന്നു, ബലികൾ സ്വീകരിക്കുന്നു, ആധ്യാത്മിക നൽവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. അവിടുന്ന് സ്വർഗീയ സഭയിൽ അദൃശ്യമായി സ്തുതിക്കപ്പെടുകയും ഭൗമിക സഭയിൽ മേൽപ്പട്ടക്കാരാലും പട്ടക്കാരാലും ശുശ്രൂഷകരാലും പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. ജനിച്ചവനല്ലാത്ത പിതാവും ജനിച്ചവനായ പുത്രനും പുറപ്പെടുന്നവനായ പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം വിശേഷജ്ഞാനമുള്ള സകല സൈന്യങ്ങളാലും വിശ്വസിക്കപ്പെടുകയും വന്ദിക്കപ്പെടുകയും ചെയ്യുന്നു. മേൽപ്പെട്ട സ്ഥാനാഭിഷേക ശുശ്രൂഷയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബക്കുലഹുന്യൗമോസോദ് ഹായായിൻ ലവൽ മീൻ. ശ്രദ്ധ പ്രാർത്ഥന ചൊല്ലി ധൂപാർപ്പണം നടത്തുന്ന ഈ സമയത്ത് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ബാറയ്ക്കുമോർ അതുല്യനും അഗ്രാഹീനും അനാത്യന്തനുമായ പുത്രൻ്റെ നിത്യനായ പിതാവും പുറപ്പെടുന്നവനും നിത്യനുമായ പരിശുദ്ധാത്മാവിൻ്റെ സനാതന സ്രോതസ്സും സകല വിശിഷ്ടദാനങ്ങളും നൽകുന്നവനുമായ ദൈവമേ, സ്വാഭാവികമായ അങ്ങേ നന്മ കൊണ്ട് ജ്ഞാനശക്തിയുള്ള സ്വർഗീയ സേനകളെ ഇല്ലായ്മയിൽ നിന്ന് അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി ഭംഗിയുള്ള ശരീരികളായവരെ ദിവ്യ സൗന്ദര്യം കൊണ്ട് അലങ്കരിച്ചവിടുത്തെ ശുശ്രൂഷകരാക്കി. ഉത്കൃഷ്ടമായ ശുശ്രൂഷ കൊണ്ട് അവർ ധന്യരും സംശുദ്ധരും പ്രകാശിതരും സമ്പൂർണരുമായി തീരുവാൻ തക്കവണ്ണം അങ്ങയുടെ ദൈവീക ദാനങ്ങൾ അവർക്ക് നൽകി.
പരിപാവനമായ ഈ മേൽപ്പെട്ട അഭിഷേക ശുശ്രൂഷ വേളയിൽ ഭൗമിക കാര്യങ്ങളോട് ബന്ധപ്പെടുന്നവരുമായി ഞങ്ങൾ അനുതാപപൂർവം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. സമൃദ്ധവും ധന്യവുമാക്കുന്നതുമായ നിന്റെ കൃപയാൽ അജപാലനപരമായ ചുമതല വിശ്വാസപൂർവ്വം ഞങ്ങളെ ഭരമേൽപ്പിക്കുകയും പവിത്രമായ ശുശ്രൂഷാകർമ്മത്തിന് ഞങ്ങളെ നിയോഗിക്കുകയും ചെയ്ത നീ എളിയദാസരായ ഞങ്ങളുടെ അപേക്ഷ കരുണാപൂർവം ശ്രവിക്കണമേ. ഇപ്പോൾ തിരുസന്നിധിയിൽ വിനീതരായി വണങ്ങി നിൽക്കുന്നവരും സ്വർഗസ്ഥനായ നിന്നിലേക്ക് ആന്തരിക നയനങ്ങൾ ഉയർത്തുന്നവരുമായ നിന്റെ ഈ ദാസർക്ക് ദൈവിക ദാനങ്ങൾ ഭാഗിച്ചു കൊടുക്കുന്ന നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളുടെ സമ്പൂർണത നീ പ്രദാനം ചെയ്യണമേ. ഇവരുടെ തെറ്റുകളും കുറവുകളും മേഘത്തെ എന്ന പോലെ നീ നീക്കിക്കളഞ്ഞ് പാപപരിഹാരവും വിശുദ്ധിയും നൽകണമേ. ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥതയാൽ നിന്റെ കൃപയുടെ ശക്തി കൊണ്ട് ഈ നിന്റെ ദാസരെ നിറയ്ക്കണമേ. നിന്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്ന ഈ ദാസരിൽ നിനക്ക് പ്രസാദം തോന്നണമേ. നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിനും പുണ്യദായകമായ നിന്റെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും ഇവരെ സ്വീകരിക്കണമേ. ആചാര്യന്മാരിൽ മഹത്വമുള്ളവരായ മോശയെയും അഹ്റോനെയും വിളിക്കപ്പെട്ടവനും വിശ്രുതനുമായ ശമൂവേലിനെയും മഹത്വദർശിയായ യേശയ്യായെയും യൂസോദോക്ക് എന്ന അപരനാമമുള്ള യോശുവായെയും നീ കൈക്കൊണ്ടുവല്ലോ. വചനവും ദൈവവുമായ അവിടുത്തെ ഏകപുത്രൻ എവൻഗേലിയോന്റെ ശുശ്രൂഷകളുമായി ധന്യരായ സ്ലീഹന്മാരെ പരിശുദ്ധാത്മാവിനാൽ നവീകരിച്ച് വിശുദ്ധരാക്കി സുവിശേഷാത്മകമായ ആധ്യാത്മിക അനുഗ്രഹങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുന്നവരായി അവരെ നീ സ്വീകരിക്കുകയും ചെയ്തു. പരിശുദ്ധവും അവർണ്ണനീയവുമായ ഏകപുത്രൻ എവൻഗേലിയോന്റെ ശുശ്രൂഷകളുമായി ധന്യരായ സ്ലീഹന്മാരെ പരിശുദ്ധാത്മാവിനാൽ നവീകരിച്ച് വിശുദ്ധരാക്കി സുവിശേഷാത്മകമായ ആധ്യാത്മിക അനുഗ്രഹങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുന്നവരായി അവരെ നീ സ്വീകരിക്കുകയും ചെയ്തു. പരിശുദ്ധവും അവർണ്ണനീയവുമായ നിന്റെ രഹസ്യങ്ങളുടെ മേൽനോട്ടവും ശുശ്രൂഷയും വിശ്വാസപൂർവ്വം ഭരമേൽപ്പിച്ച് നിന്നാൽ വേർതിരിക്കപ്പെട്ട ആദ്യമുതലുള്ള പുണ്യവാന്മാരുടെ ശുശ്രൂഷകളിൽ നീ സംപ്രീതനായ പ്രകാരം ഈ ദാസരെയും കൈക്കൊണ്ട് ഇവരിൽ സംപ്രീതനാകണമേ. ഇവരുടെ വിളിയുടെ ഔന്നത്യത്തിനനുസൃതമായും മഹോന്നതനായ നിനക്ക് ശുശ്രൂഷയും സേവനവും ചെയ്യുവാൻ തക്കവണ്ണം വിശുദ്ധി നിറഞ്ഞ ദിവ്യദാനങ്ങളാൽ ഇവരെ പൂർണ്ണരാക്കണമേ. ഇവർ ജ്ഞാനമുള്ളവരും തെറ്റിപ്പോകാത്തവരുമായ ശുശ്രൂഷകരായി തീർന്ന് ദൈവീക ദാനങ്ങളാൽ ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് ഉയർന്നു വരികയും ഭാഗ്യവാന്മാരായി തീരുകയും ചെയ്യട്ടെ. നിന്റെ സഭാതിലെ ശുശ്രൂഷകരുടെ സകല ക്രമങ്ങളാലും നിരകളാലും വളർന്ന് അഭിവൃദ്ധി പ്രാപിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിനക്കും നിന്നോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ശുമിശിയായ നിന്റെ ഏകപുത്രനും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിക്കും വചനത്തിലും പ്രവൃത്തിയിലും നിരന്തരമായ സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. പാറയ്ക്കുമോൻ ഹോശോ ബബുകുലസ്ബാൻ ലവൽ മീൻ. Menalohono kabel husoyo haubes bukono dato he batraihun olmelolem olmin. യൗനാൻ തന്നുടെ സുതനാം സേമവോൻ ഭൂസ്വർഗങ്ങളുടെ താക്കോൽകൾ കൈക്കൊള്ളും
ചെയ്തു നാഥൻ സൂക്ഷ്മത വേണം ശീമോനെ അജഗണമഖിലം ഞാൻ നൽകി മേയിക്കണമവയെ നീയും മുഖപക്ഷം തീണ്ടിടാത്ത ദൈവിക സിംഹാസന സാവിധേ നിന്റെ കണക്കേൽപ്പിക്കേണം. ശുഭോലാബോലബ്രോവൽ റൂഹോ ഗാദീശോ മെൻമോലം മാതാമൽമോലം വൽമീനാമേ ആശ്രയൻ മാരെ സൂക്ഷിപ്പിൻ നിങ്ങൾ തൻ പദവി ശ്രേഷ്ഠം രക്ഷകനാദിനേകിയപ്പോഴും ബന്ധിക്കും നഖമോ ജീവോ ഉയരാഴങ്ങളെ താക്കോൽകൾ കർത്തൻ നിങ്ങൾക്കായി നൽകി നാദിഷ്ടം ചെയ്തൻ നാദിൽ സന്തോഷസാരം ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും. ഞങ്ങൾക്ക് വേണ്ടി പിതാവിനെ സുഗന്ധവും സ്വീകാര്യബലിയുമായും സ്വയമർപ്പിച്ചവനും സ്നേഹാഭാജനങ്ങളും ഊർജ്ജസ്വരതരായ ആത്മാക്കളെ പരിമളം കൊണ്ട് അഭിഷേകം ചെയ്ത് നിറച്ചവനും പ്രതിശക്തിയും ജ്ഞാനവുമായ മിശിഹാകർത്താവേ, ഈ ദിവസമേത് ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവായ നിത്യദൈവമേ, നിന്റെ അജഗണത്തിൽ നിന്ന് അജ്ഞാനമാകുന്ന അന്ധകാരം നീക്കുവാനും സുവിശേഷത്തിൽ പറയുന്ന വിളക്കുതണ്ടിന്മേലെന്ന പോലെ അപ്പസ്തോലികാപീഠത്തിന്മേൽ ഭംഗിയായി ശോഭിക്കുന്നതിനും നിന്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസർക്ക് ധാരാളമായ കൃപ നൽകണമേ. ഇവർ സ്വീകരിച്ച താലന്തിനെ അനേകമനക്കായി വർദ്ധിപ്പിച്ച് സന്തോഷം അങ്ങേ തിരിച്ചേൽപ്പിക്കുന്നതിനും ഇടയാക്കണമേ. കാലംബം നാഥൻ ഇസ്രായേലിൻ പരിശുദ്ധൻ താഴിവരുടെ കൃപ വരനല്ലോ ഭക്തന്മാരോട് തെളിപാടാം പണ്ടേവം താനുരചിതു മമ ജനതയ്ക്കുള്ളിൽ നിന്നും നിന്നെ ഞാനും നഗരാക്കി നിൻ സ്നേഹിതരെ കാടുകരി അതിമോദമേഴും
വിശുദ്ധ സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നും വിശുദ്ധ പത്രോസ്ലീഹായുടെ ഒന്നാം ലേഖനത്തിൽ നിന്നും പാറയ്ക്കുമോ. യേശു അവരോടുകൂടി ഭക്ഷണത്തിലിരുന്നപ്പോൾ ഇപ്രകാരം കൽപ്പിച്ചു: നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി. നിങ്ങളാകട്ടെ ഏറെ താമസിക്കാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം പ്രാപിക്കും. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു: കർത്താവേ, അവിടുന്ന് ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കുന്നത് ഇപ്പോൾ തന്നെയാണോ? അവൻ പറഞ്ഞു: പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ച് ഉറപ്പിച്ച സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യോദ്യാമുഴുവനും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ നീ അറിയുന്നുവല്ലോ. യൂദാസ്ഥാൻ അർഹിച്ചിരുന്നിടത്തേക്ക് പോകുവാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പോസ്തല സ്ഥാനവും ശുശ്രൂഷ പദവിയും സ്വീകരിക്കുവാൻ ഈ രണ്ടുപേരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുക്കുന്നത് എന്ന് വ്യക്തമാക്കി തരണമേ. പിന്നെ അവർ കുറിയിട്ടു. മത്തയാസിൻ്റെ പേരിലാണ് കുറി വീണത്. 11 അപ്പോസ്തലന്മാരുടെ കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. ശമരിയക്കാരൻ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറൂസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെ ഉള്ളവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു സഹസ്രേഷ്ഠനും ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടുവാനിരിക്കുന്ന മഹത്വത്തിൻ്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുവീൻ. അത് നിർബന്ധം മൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. അജഗണത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടായിരിക്കരുത്. സന്മാതൃക നൽകിക്കൊണ്ട് ആയിരിക്കണം. ഇടയന്മാരുടെ തലവന് പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. പാറയ്ക്കുമോ. ഞാൻ ശ്രേഷ്ഠാചാര്യന്മാരെ രക്ഷയും നീതി വിശുദ്ധ പൗലോസ്ലീഹ തീമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും പാറയ്ക്കുമോ. എന്റെ മകനായ തീമോത്തിയോസേ, നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങൾക്കനുസൃതം വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ നന്നായി യുദ്ധം ചെയ്യുന്നതിനുള്ള ചുമതല നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ചില ആളുകൾ മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ചു കളയുന്നു. മെത്രാൻ പദവി ആഗ്രഹിക്കുന്നവർ
ഉത്കൃഷ്ടമായ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്നത് സത്യമാണ്. മെത്രാൻ ആരോപണങ്ങൾക്ക് അതീതനും ഏകഭാര്യയുടെ ഭർത്താവും സംയമനശീലനും വിവേകവാനും അച്ചടക്കമുള്ളവനും അതിഥി സൽക്കാരപ്രിയനും യോഗ്യനായ പ്രബോധകനുമായിരിക്കണം. അയാൾ മദ്യാസക്തനോ അക്രമവാസനയുള്ളവനോ ആയിരിക്കരുത്. മറിച്ച് സൗമ്യശീലനും കലഹിക്കാത്തവനും അത്യാഗ്രഹമില്ലാത്തവനുമായിരിക്കണം. തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുവാനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബം ഭരിക്കുവാൻ അറിഞ്ഞുകൂടാത്തവൻ ദൈവത്തിൻ്റെ സഭയെ എങ്ങനെ ഭരിക്കും? അയാൾ പുതുതായി വിശ്വാസം സ്വീകരിച്ചവനായിരിക്കരുത്. ആയിരുന്നാൽ അഹങ്കാരം കൊണ്ട് മതിമറന്ന് പിശാചിനെ പോലെ ശിക്ഷാവിധിക്ക് അർഹനായി തീർന്നെന്നു വരും. കൂടാതെ അയാൾ സഭയ്ക്ക് പുറത്തുള്ളവരുടെ ഇടയിലും നല്ല മതിപ്പുള്ളവനായിരിക്കണം. അല്ലെങ്കിൽ ദുഷ്കീർത്തിയിലും പിശാചിന്റെ കെണിയിലും പെട്ടുപോയെന്നു വരാം. എന്തെന്നാൽ സ്തുത്യർഹമായി ശുശ്രൂഷ ചെയ്യുന്നവർ ബഹുമാന്യമായ സ്ഥാനം നേടുകയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ആത്മധൈര്യം സമ്പാദിക്കുകയും ചെയ്യും. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വാസികൾക്ക് നീ മാതൃകയായിരിക്കുക. വചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവയ്പൊഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. നിന്നെക്കുറിച്ചും നിന്റെ പ്രബോധനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം. വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും. അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. സ്തുതിയും അനന്തമായ ശക്തിയും അവിടുത്തേക്കുള്ളതാകുന്നു. ബാറക്കുമോ. വിശുദ്ധ ഏവൻഗേലിയോൻ വായനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സുവിശേഷ പ്രഘോഷണമാണ് മെത്രാൻ്റെ പരമപ്രധാനമായ ദൗത്യം. അതിനെ സൂചിപ്പിക്കുന്നതിനായി മെത്രാൻ സ്ഥാനാർത്ഥികളുടെ തോളുകൾക്ക് മീതെ വിശുദ്ധ ഏവൻഗേലിയോൻ സഹകാർമ്മികർ പിടിക്കുന്നു. പ്രധാന കാർമ്മികൻ ഏവൻഗേലിയോൻ വായിക്കുന്നു. പാറക്കുമോർ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവേ മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. Evangelion kadisho moranes mesiho korususo magioniso men matais liho umarsono dumare sahai furkono level mom
വരുവാനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ സ്തുതികളും നാം എല്ലാവരിലും അവനെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരമെടുത്ത ജീവന്റെ വചനമായ ദൈവവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു തമ്പുരാന്റെ പരസ്യ ജീവിതകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഉശൈനോ ലകുൽ കൂൻ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. വചന